ബ്ലാക്കും ഗ്രേ കളർ, ഗ്രേയും അല്ലാതെ യെല്ലോ ടീഷർട്ടാണ് കേട്ടോ. വൈറ്റ് എടുത്തിട്ടില്ലായിരുന്നു. വിശേഷങ്ങൾ ഇനി പോകുമ്പോൾ കാണിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ആഗ്ര ഫോർട്ടിലാണ്. ഇവിടുന്ന് 1.0 കിലോമീറ്റർ അവിടെ ബോർഡ്. 1 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ആഗ്ര ഫോർട്ടിലേക്ക്. നല്ല മഞ്ഞുണ്ട് ഒരു മോർണിംഗ് തന്നെ. ഇതാണല്ലേ നമ്മളെത്തി. നമ്മളിവിടെ എത്തി. എടാ ഞാൻ കൊറിയൊക്കെ കണ്ടു ഗായ്സ്. കണ്ട് പിടിച്ച് ജീവിച്ചോ. നമ്മളെത്തി, ഫോർട്ട് കാണാനെത്തി. ഒരു ലൈറ്റ് ശരിയേ ഉള്ളൂ. ആള് കുറച്ച് കടുപ്പത്തിലായിരുന്നു. കണ്ട ഇവിടെ സിഗരറ്റ് പിടിക്കുന്നത്. ആഗ്ര റെഡ് ഫോർട്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേറാം. പിന്നെ അകത്ത് ഫോൺ അലൗഡല്ല, പുറത്ത് മാത്രമേ ഫോൺ എടുക്കാവൂ, ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അകത്ത് അലൗഡല്ല. ഇതാണ് റെഡ് ഫോർട്ട്. നല്ല ലെങ്ത് ഉണ്ട്. മഞ്ഞായതുകൊണ്ടാണ് കൂടുതലും ക്ലിയർ ആയിട്ട് കാണാത്തത്. ഫോട്ടോ എടുക്കണ്ടേ? നമ്മൾ കൊണ്ടിയാണേ പൂമയാണേ കൊണ്ടിയാണേ. अरे यार 500 रुपये में तो हम पता नहीं कहाँ चले जाते हैं ना यार. थैंक यू. അങ്ങനെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. എടുക്കാം കുഴപ്പമില്ലെന്നോ. അപ്പൊ ടിക്കറ്റ് കാണിച്ചു, എൻട്രി കഴിഞ്ഞു, നമ്മൾ കയറി. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാണ് ആദ്യത്തെ എൻട്രി. ഏട്ടാ ഈ ഷോർട്സ് എടുക്കുമ്പോൾ നിർത്തി. അലൗഡ് തന്നെ. ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നു. മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത് സ്ലിപ്പായിട്ട് വിടാതിരിക്കാൻ വേണ്ടി ആണ് ഹൊറിസോണ്ടൽ ചെയ്തിരിക്കുന്നത്. देखिए ताज में एक मकबरा है मौजूदी है ना, वो 17वीं सेंचुरी में मुमताज की डेथ के बाद बना. ये किंग का रेसिडेंस है. जैसे केरला में आपका रेसिडेंस है ना, ऐसी राजा का ये रेसिडेंस. फर्स्ट कैपिटल ऑफ इंडिया भी कह सकते हैं. हमें राइट साइड में चलना है. महल का रास्ता इस तरफ है. अच्छा है ना. यहाँ से जाएंगे, अंदर अंदर विजिट करेंगे. इस गेट से वापस आएंगे. आर्मी यहाँ रहती है. ठीक है. आर्मी इंडियन आर्मी. अच्छा. मुगल टाइम मुगल आर्मी, ब्रिटिश टाइम ब्रिटिश आर्मी, इंडियन टाइम इंडियन. ओके ओके. ये महल का रास्ता. कौन सा रास्ता? ये वाला. अच्छा महल का. ठीक.
मैडम 94 एकड़ में 2.5 किलोमीटर में 70% आर्मी के अंडर में 30% ओपन है। अच्छा वहाँ पर सिक्योरिटी गार्ड खड़े रहते थे। हाँ ये जो बाउंड्री बनी है, हाँ जी। एक्टिविटीज को देखते थे क्या चल रहा है। अच्छा 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 है ना। 94 एकड़ और कितना किलोमीटर? 94 एकड़ ഏക്കർ और कितना किलोमीटर? 2.5 കിലോമീറ്റർ. 94 ഏക്കറിലും പിന്നെ 2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന കോട്ട. ये लिखा है अकबरी महल इधर कहाँ है? इलाहाबाद इलाहाबाद में है ना। और 5वां जो है फोर्ट नहीं है जहाँ अकबर की डेड बॉडी है। अच्छा वो कहाँ पे? 12-13 किलोमीटर दूर है, सिकंदरा सिकंदरा है ना। हाँ जी वहाँ बच्चों को नहलाते हैं। हाँ ये बात है। अच्छा ये ഇത് ബാത്ത് ടബാണ്. ജഹാംഗീറിന്റെ ബാത്ത് ടബാണ്. ജഹാംഗീർ കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണത്. स्टेप बने हैं, 3 इसके अंदर। अच्छा 2 स्टेप बचे, एक ब्रोकन हो गया। अच्छा ब्रोकन हो गया. ओके सिंगल पीस में है सर, अच्छा कोई जॉइंट नहीं है। ഇത് ഒറ്റക്കല്ലിൽ തീർത്താണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ബാത്ത് ടബാണത്. പഴയ കാലത്തുള്ള ഒരു ഫുള്ള് കരിങ്കല്ലാണെന്ന് തോന്നുന്നു. जहांगीर के बेटे ने अंकल ने दिया, डायमंड भर के दिया, गोल्ड भर के दिया। ये गिफ्ट था। ഇവിടെ അണ്ണാറക്കണ്ണ അണ്ണാറക്കണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. അണ്ണാറക്കണ്ണ കയ്യിൽ വെച്ച് സുഖമില്ലല്ലേ വരുത്തുന്നതാണ്. ആരെ കാര്യം പിടിക്കലെന്ന് था ये गुलाब जल से भरा था। गुलाब जल होता है ना, रोज पेटल, उससे भरा था। महल के अंदर था, यहाँ डिस्प्ले करने के लिए रख दिया गया। सिंगल पीस में कोई जॉइंट नहीं है ना। റോസ് വാട്ടറിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. റോസ് വാട്ടർ ഗുലാബിൻ്റെ വെള്ളമുണ്ട്. മറ്റേ റോസയുടെ പൂ വെച്ചിട്ട് അവർ മറ്റേ ചെയ്തെടുക്കുന്ന വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് പണ്ട് രാജാവ് കുളിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഒറ്റക്കല്ല് തീർത്തയാണത്. പക്ഷേ ये डैमेज हो गया। അക്ബറിൻ്റെ കൊട്ടാരമായിരുന്നു ഇവിടെ. അത് ഇവിടുത്തെ ലോക്കൽ രാജാക്കന്മാരാണ്. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഉണ്ടായിരുന്ന രാജാക്കന്മാർ വന്നിട്ട് അത് മൊത്തം ഉണ്ടായിരുന്ന രാജാക്കന്മാർ വന്നിട്ട് ഫുൾ ബ്രോക്കൺ ചെയ്തു. അത് മൊത്തം പൊട്ടിച്ച് കളഞ്ഞു. എല്ലാം ഇടിച്ച് തകർത്താണ്ട് ഇടിച്ച് തകർത്താൽ കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാം ഇടിച്ച് തകർത്തിട്ട് അക്ബറിൻ്റെ മഹൽ. ആ ടീക്ക് പ്ലീസ്. അത് अच्छा यहाँ से जाएंगे उस गेट से वापस आएंगे जो बड़ा बिग गेट। अच्छा अच्छा अंदर अच्छा वेलकम करते हैं। अच्छा यहाँ पे വെൽക്കം करते हैं. ഇതാണ് കൊട്ടാരത്തിൻ്റെ വെൽക്കം ഗേറ്റ്. അത് വെൽക്കം വേറെ വെളിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വെൽക്കം ചെയ്യണത് എല്ലാം ഇവിടെയാണ്. വെൽക്കം ഗേറ്റാണത്. പണ്ടത്തെ आपने टिकट दिखाया था ना, वो नौबत खाना था। मुगलों की भाषा में नौबत खाना, नौबत खाना। अच्छा वेलकम गेट। വെൽക്കം ഗേറ്റ്. वेलकम गेट। ഓക്കെ ഓക്കെ क्योंकि फर्स्ट गेट वही है। हाँ जी हाँ जी ഇത് വെൽക്കം ഗേറ്റാണ്. ആരെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ വെൽക്കം ചെയ്യുന്ന ഗേറ്റാണ്. പണ്ടത്തെ കൊത്തുപണികൾ ഇതൊക്കെയാണ്. പണ്ടത്തെ കൊത്തുപണികളൊക്കെയാണ് ഒരു രക്ഷയില്ല. 1606 ആ സമയത്ത് സ്റ്റാർട്ടായതാണ്. ആ സമയത്ത് 34 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ആ സമയത്തെ. ആ പുറത്തോട്ട് ये बेडरूम था, पर्दा लटका दिया आता था। ये बेडरूम कौन सा था? हाँ, पर्दा कर्टेन्स रहते थे। अच्छा अच्छा ये डाइनिंग हॉल था। अच्छा ये खाली जो है, अच्छा जो लॉक है, अच्छा किचन हुआ करता था। हाँ यहाँ टेम्पल था। अच्छा टेम्पल. हाँ किंग की हिंदू रानी थी, यहाँ डांस होता था। अच्छा राजा ऊपर बैठता था। और पीछे हो जाएंगे, ये देखिए हाँ उधर राजा बैठता था। हाँ राजा के साथ उसके दरबारी होते थे, हाँ जी है ना। इसके नीचे स्मॉल विंडो है ना। हाँ जी एक राजाओं की कई रानियां थी, उनमें से विंडो में से रानियां दिखती थी। देखते थे. सर्वेंट चारों तरफ या ट्रांसजेंडर भी होती थी। ट्रांसजेंडर ये रंग महल अच्छा होता था जहाँ डांस देखते थे। अच्छा ये सारे साइड से देखते रहते हाँ, चारों तरफ से। हैं. ये सर्वेंट के लिए, ट्रांसजेंडर के लिए, रानियों के लिए, राजा ऊपर, राजा के साथ। अच्छा ट्रांसजेंडर भी रहते थे. ट्रांसजेंडर भी रहते थे. हाँ क्यों नहीं सर। ट्रांसजेंडर इसलिए रहते थे क्योंकि मुगलों के टाइम में ट्रांसजेंडर के बगैर कुछ भी नहीं था, क्योंकि भारी काम कैसे करेंगे। अच्छा अच्छा
ഇത് അമ്പലം വെച്ചാ ഇത് പണ്ടത്തെ അമ്പലമായിരുന്നു. രാജാവിന്റെ റാണി വന്നിട്ട് ഹിന്ദുവായിരുന്നു. അപ്പൊ ഇവിടെ അവന്റെ അമ്പലമായിരുന്നു. ഇതിന്റെ മേളിലാണ് രാജാവ് ഇരുന്ന് കാണുന്നത്. ഇവിടെ ഡാൻസ് നടക്കും. ഇവിടെ ഡാൻസ് നടക്കുമ്പോൾ രാജാവ് മേളിൽ നിന്ന് കാണും. ഈ കിളിവാതിലുണ്ടാകും. ഇവിടെ കൂടെ റാണിമാര്, പിന്നെ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് പണ്ടത്തെ രാജാവിന്റെ ടൈമിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഇവിടെ സർവന്റ് ആൾസോ ഓക്കെ സർവന്റും ട്രാൻസ്ജെൻഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഇവിടെ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം അവരില്ലാതെ പണ്ടത്തെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പണ്ടൊക്കെ അവരെ വെച്ച് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇതായിരുന്നു ഡൈനിങ് ഹാള്. ഇവിടെയായിരുന്നു ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നത്. രാജാവ് അതിൻ്റെ പുറകിൽ കിച്ചൺ ഉണ്ടായിരുന്നു. കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് റൂമായിരുന്നു. ലൈബ്രറി രാജാവിൻ്റെ റൂമായിരുന്നു ഇവിടെ. ഇവിടെ റൂമായിരുന്നു. ഇവിടെ കട്ടണൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഇപ്പോൾ ഇല്ല, ഒന്നും കണ്ടില്ല ഇവിടെ. പക്ഷേ അവിടുത്തെ പണ്ടത്തെ പണിയെല്ലാം വർക്കെല്ലാം അടിപൊളിയായിരുന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് വർക്കെല്ലാം. ഇവിടെ ലൈബ്രറിയാണ്. പണ്ടത്തെ ലൈബ്രറി. ലൈബ്രറി കാതാ പോയി ചെയ്യേ ഈ ലൈബ്രറി ആയിരുന്നു ഇവിടെ. ഇത് മൊത്തം ലൈബ്രറി ആയിരുന്നു. ഇത് മൊത്തം ലൈബ്രറി ആയിരുന്നു. ഇവിടെ ബുക്സൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവർ പറയുന്നത് അക്ബർ പഠിച്ചിട്ടില്ല. അക്ബർ ഇത് പഠിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. അക്ബർ 14ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ ആ ഒരു പദവി ഏറ്റെടുത്ത ആളാണ്. അക്ബറിൻ്റെ പിതാവ് മരിച്ചു പോയപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് മരിച്ചുപോയി. ആ സമയത്ത് അക്ബർ രാജാവായി 14ാമത്തെ വയസ്സിൽ. പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ലൈബ്രറിയാണിത്. ഇവിടെ ഫുള്ള് ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പറയുന്നു. പണ്ടത്തെ ആ ഒരു വർക്കുണ്ടല്ലോ, കലാവിരുത് അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് പറയും, അവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അവർ പറഞ്ഞ കേട്ടാ उस समय एसी नहीं था, लाइट नहीं था, प्रेशर नहीं था, महल को ठंडा कैसे किया? अच्छा, रिवर उस तरफ है। हाँ, आज ड्राई हो गया हाँ जी, है ना, हवा के चलता था। पहले रिवर से मैनुअल द्वारा पानी लाते थे। अच्छा, और इस टैंक को भर देते थे। अच्छा, ऊपर बीच में गैप है, पानी अंदर आता था। ओके ओके, और हवा भी चलती थी। ओके, है ना, हाँ, क्योंकि रिवर का किनारा है। हाँ, तो ये जो विंडो है इससे कंप्रेस होकर अंदर से टकराती थी। इंसुलेशन दिया गया।